അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്നൊരു ചെറിയ പാചകമാണ് മീൻ കറി വയ്ക്കുന്നത്. ഇത് പരവായിട്ട് തേങ്ങ അരച്ച് കറി വയ്ക്കാൻ മാങ്ങ, പച്ചമുളക്, കരിയാപ്പില, തക്കാളി, തേങ്ങയും മീറ്റ് മസാല പൊടിയും ഉള്ളി അരച്ചതാണ്. പിന്നെ ഇത് മുളകിട്ട് അയില വയ്ക്കാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തക്കാളി, മുളക് പൊടി, മീറ്റ് മസാലപ്പൊടി. അതിനകത്ത് വേറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ ഇന്നത്തെ മീനെന്ന് പറയുന്നത് അയിലയും പരവായുമാണ്. പരവ ഞാൻ കഴിക്കില്ല കേട്ടോ, ഉമ്മ വേണ്ടിയാണ്. എനിക്ക് അയില മേടിച്ചിട്ടുണ്ട്. എനിക്ക് പരവ ഇഷ്ടമല്ല. പരവ പിന്നെ നെമ്മീൻ ഇതൊന്നും ഞാൻ കൂട്ടില്ല കേട്ടോ. അട്ടറച്ചി പിന്നെ ചില മീനൊന്നും ഞാൻ കൂട്ടത്തില്ല. എനിക്കിഷ്ടം ചെറിയ മീനൊക്കെയാണ്. ഇത് മുളകിട്ട് വയ്ക്കാൻ, ഇത് പരവക്കറി വയ്ക്കാൻ. കറിക്ക് അരപ്പൊഴിക്കുകയാണ്. ഇത് തേങ്ങക്കറി കറി അടുപ്പിലായി കണ്ടോ. ഉപ്പ് തിളച്ചതിന് ശേഷമേ ഇടത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് മുളകിട്ട് വയ്ക്കാൻ കറി അടുപ്പിൽ വെച്ചതാണ്. കുറച്ച് വെളിച്ചെണ്ണ മതി. പിന്നെ നമ്മൾ താളിച്ചൊഴിക്കും. താളിക്കാൻ എടുത്ത് കണ്ട് വെച്ചേക്കുന്ന അതിന് അയിലയാണ്. മെലഞ്ഞാന്ന് വെച്ച തീയൽ ഇതായിരിക്കുന്നുണ്ട്, ചൂടാക്കി വെച്ചേക്കും. എണ്ണ ചൂടായി. ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പച്ചമുളകില്ല, വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുത്തേ. അതൊന്ന് ഈ പാത്രമൊക്കെ ഉമ്മ തേക്കുന്നതാണ് കേട്ടോ. സ്റ്റീൽ വെച്ച് തേക്കുന്നത്. ഞാൻ മെനഞ്ഞാന്നൊരു പാത്രം മേടിച്ചു. ഇത് കട്ടിയുണ്ട്, 1000 രൂപ. ഇത് ഞാൻ ഉമ്മായെ കൊണ്ട് തേപ്പിക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനാണ് എടുക്കാൻ നല്ലൊരു പാത്രം വേണ്ടേ. നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ കഴിഞ്ഞ് നല്ലത് ഈ മസാലപ്പൊടിയാണ് കേട്ടോ. എന്താ കാരണം എന്നറിയാമോ? ഇതാവുമ്പോഴേ വേറൊന്നും ചേർക്കണ്ട. ഉലുവായോ പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊന്നും ചേർക്കണ്ട. പരിശുദ്ധ കതിരോളി ബദറല്ലേ, അരുണസുരവിലെ കാവലേ, എരിയോൻ്റെ കുതിസിനി മയിലല്ലേ, അർഹതായ മദൽ ഹുസൈനി ഗുണമണിയായ റസൂലുള്ള മികവനബിയടൂറുള്ള ഇറയോൻ്റെ കനിയെ സല്ലല്ലാഹ്. ആദ്യമായിട്ട് വേറെ ഉണ്ടായിരിക്കും, എണ്ണ ഉണ്ടായിരിക്കും. ഇതിനകത്ത് മുളക് പൊടി ഇടണം. പിന്നെ മുളക് പൊടി, മീറ്റ് മസാലപ്പൊടി ഇട്ട്, മുളക് പൊടിയല്ല, മീറ്റ് മസാലപ്പൊടി. കറി തിളയ്ക്കുന്നു. മാങ്ങാണ്ടി ഇട്ടേക്കുന്നുണ്ട, മാങ്ങാട. ഇനി ഇതിനകത്ത് ഉപ്പിടണം.
ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ. ഉപ്പ് തിളയ്ക്കുമ്പോഴേ എടുക്കുള്ളൂ. മതി, ഉപ്പ് പിടിച്ച് മാത്രം മതി. ഇതിനകത്ത് പിഴിപുളിയാണ് ചേർക്കുന്നത് കേട്ടോ. കുടംപുളി ഉണ്ടായിരുന്നെങ്കിൽ മറ്റേ കുടംപുളി ചേർത്തതിന്, പക്ഷേ അതില്ല. അത് ഇരുന്നത് ഞാൻ ചേട്ടത്തിയുടെ മോക്ക് കൊടുത്തായിരുന്നു. വേവിക്കണം. അത് അങ്ങനെ തിളയ്ക്കുന്നു. അതിൽ പറ്റണം. പറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇളക്കാം. എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എൻ്റെ പഴയ ചാനലിൽ പോയി, പക്ഷേ അത് മോണിയൊന്നും ആയിട്ടില്ലായിരുന്നു. കൊച്ചിൻ്റെ കൈ കൊടുത്തേരി പറ്റിയതാണ് എനിക്ക്, അല്ലാതെ വേറെ ഒന്നല്ല കേട്ടോ. ഇനി ഇതിനകത്ത് പിഴിപുളി ചേർക്കുക. എന്താ മഞ്ഞൾപ്പൊടിയോ ഒന്നും ആവശ്യമില്ല. 68 രൂപയാണ് ഒരു പാക്കറ്റ്. ഇത്തിരി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇത്തിരി വെള്ളവും കൂടെ ഒഴിക്കണം. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് തക്കാളിയും പച്ചമുളകും ഇതിൽ ഞാൻ ഉപ്പ് നേരത്തെ ഇടും കേട്ടോ. ഉപ്പ് വേണമെന്ന് നോക്കി ഇടത്തോളൂ. ഇനി ഇതിനകത്ത് തിളക്കട്ടെ. ഒന്ന് പത വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കും. ഇതിന് തിരിയും കൂടെ വേവാണ്. എന്താ പറയുക, മാങ്ങ വെന്ത് കിട്ടണം. എന്നിട്ട് ഇറക്കാം. ഇപ്പോഴും ഇളക്കിയാലേ ഈ മീൻ പൊടിഞ്ഞു പോകുന്ന മീനാണ്. എളുപ്പം പൊടിയുക മീൻ. നമ്മൾ സാധാ മീൻ കണക്കല്ല. ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. തിളയ്ക്കാൻ എന്തൊന്ന് പദം വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനിട്ടിട്ട് പിന്നെ അങ്ങ് അടച്ച് വെച്ചാൽ അതങ്ങ് തിളച്ച് വെന്തോളും. പിന്നെ ഇവിടുത്തെ പാത്രമൊക്കെ കഴുകുക. പിന്നെ ഇന്ന് ഇച്ചിരി രാവിലെ ശകലം ആവിലിരിപ്പുണ്ട്, അത് നനയ്ക്കാമെന്ന് വിചാരിച്ച് കാപ്പിക്ക്. പിന്നെ ചായ ഇടണം. ചായ കുടിച്ചില്ല, ചായ ഇടണം. ചൂടുവെള്ളം കുടിച്ചതാണ് പല്ല് തേച്ച് കഴിഞ്ഞ്. ചായ കുടിക്കണം. ചോറ് തണ്ട വെച്ചേക്കുന്നു. ചൂടുവെള്ളം അനത്തി വെച്ചേക്കുന്നു. പിന്നെ എന്തോ തൻ്റെ തിളയ്ക്കുന്നു. അതിനകത്ത് മീൻ ഇട്ട് കൊടുക്കണം. ഈ അയിലെന്ന് പറഞ്ഞാൽ അയിലയുടെ ഈ തലയുടെ ഭാഗമേ ഞാൻ കഴിക്കൂ കേട്ടോ. ഇങ്ങോട്ടൊന്നും കഴിക്കത്തില്ല. 2 അയിലയാണ്. എത്ര കഷ്ണമുണ്ട്? 6 കഷ്ണം അതേ ഉള്ളൂ. ഇനി അത് ഇത്തിരി അടച്ച് വയ്ക്കണം. അടച്ച് വയ്ക്കുമ്പോഴേ അതിൻ്റെ വേവേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ശകലം തീയും കൂടെ കുറച്ച് വെച്ചിട്ട് ഇത് ആവാറായി വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാ കറി തിളച്ച്
ഇനി ഇതൊന്ന് ഇളക്കണം. ഇളക്കുന്ന മാത്രമല്ല, ഈ മീൻ, എനിക്കൊരു കാര്യമുണ്ട്, മീൻ വെന്തില്ലെങ്കിൽ, അതേപോലെ കോഴിയിറച്ചിയൊക്കെ മേടിച്ചാൽ ഞാനൊരു ഒത്തിരി നേരം വിസിലിട്ടടിക്കും. എനിക്കത് വെന്ത് കിട്ടണം. എല്ലാവരും ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അത് തിളക്കട്ടെ. ഈ കറി കറക്റ്റ് വെന്ത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യുക. ഇത് രാവിലത്തേക്കുള്ള കാപ്പിക്കുള്ള അവൽ നനയ്ക്കാനുള്ള തേങ്ങയാണ്. അവരിതേ ഉള്ളു, അത് മതി. ഇനി ഇത് നനച്ചെടുക്കണം. കണ്ടല്ലോ, കറിയും തിളച്ച് നല്ല എണ്ണ തെളിഞ്ഞ് വന്നണ്ട. ഈ എണ്ണ ചൂടാകാൻ വെച്ച് കടുക് താളിക്കാനാണ്. ചായ അടുപ്പിയിരിക്കുന്നു. എണ്ണ ചൂടായി. ഞാൻ ഒത്തിരി ദിവസമായിരുന്നു കടുക് മേടിച്ചിട്ട്. ഇന്നലെ പോയി കടുക് മേടിച്ച് കടുകിട്ട് കടുക് തറയിൽ വീണാലേ പോയി. അതൊന്ന് ചൂടായി. ചായയും തിളയ്ക്കുന്നു. കിട്ടിയതിന് ശേഷമേ അത് തിളയ്ക്കാവുള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം, ഷെയർ ചെയ്യണം. നീയല്ലാതാരമില്ല കോന്തി കരളിൻ്റെ ഒരു കണ്ണാറിഞ്ഞാനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനെ. ഓരോരോ വിയർപ്പിൻ്റെ ആയുസെണ്ണം കുറയും മനതാരിൽ ഭയം വന്നേറെ. മൗഷറ സാഫയിൽ ഞാൻ ഒരിക്കൽ ചെന്നാണേ എൽമിൻവെള്ളി വെളിച്ചം കാണിക്കും. ഇടറാതെ കൽവിൽ ഈ മാഞ്ഞൂട്ടി എന്നെ നടത്തിക്കും. ലായിലാഹ നീയെല്ലാം ഹീനം വെച്ച എന്തിനാണീ അഗ്നിപരീക്ഷ? കരയാനും പറയാനും മനന്നൂറീനക്കാരും നീയല്ലാതാരുമില്ല കോനീന്തി കരളിൻ്റെ ഊരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനെ. ഇതൊന്ന് മൂത്ത് കിട്ടിയതെടുത്ത് ഒഴിക്കണം. പിന്നെ അടുക്കളയൊന്ന് വൃത്തിയാക്കണം. ചായ തിളച്ച് വരുന്നുണ്ട്. അടുക്കള ജോലി തീർന്നു. കറി പിന്നെ അതെ എല്ലാം റെഡിയായി. മുളകിട്ട് വെച്ച കറി, പരവ തേങ്ങ അരച്ച് വെച്ചത്, മാങ്ങ ഇട്ട്, പിന്നെ രാവിലത്തേക്ക് കാപ്പി അവിൽ നനച്ചത്, പിന്നെ ചായ, പിന്നെ മെലഞ്ഞാന്ന് വെച്ച കൊഞ്ച് തീയൽ ചൂടാക്കി വെച്ചിരിക്കുക. അത് കണ്ടേ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇടണേ. കറിയുടെ കളറ് മാറിയാണ്. മീറ്റ് മസാല ഇട്ട് നമ്മൾ എപ്പോഴായാലും കറി വെക്കാവുള്ളൂ കേട്ടോ. മുളക് പൊടിയും വേണം, ഞാൻ പറയുക. അങ്ങനെ അടുക്കള വൃത്തിയാക്കി എടുത്ത് ഞാനിവിടെ തേങ്ങ 2 വർഷം കൊണ്ട് മേടിക്കത്തില്ല. എനിക്ക് ഇവിടുത്തെ തെങ്ങിൽ നിന്ന് വീണ് കിട്ടുന്ന തേങ്ങായ, പക്ഷെ എല്ലാം ഉണങ്ങി. എന്നാലും കുഴപ്പമില്ല, അരയ്ക്കാൻ പറ്റിയ തേങ്ങയാണ്.
അതിൽ 2-3 മുളച്ച് കിടക്കുക. ഇവിടെ ഇനിയിപ്പോൾ ആ കൊച്ചിനെ വിളിച്ചൊന്ന് വൃത്തിയാക്കിക്കണം. ഞാനൊന്ന് തൂത്ത് തന്നിട്ട് പോയതാണ്. ഇനി തൂക്കാൻ കൊച്ചിനെ വിളിച്ചേ പറ്റും. തേങ്ങച്ചിരട്ടിട്ട് കാക്ക കൊത്തുന്നു. ഒരണ്ണാനുണ്ട് ഞങ്ങളിവിടെ സ്ഥിരം. ഒരു കൊല വൃത്തിയാക്കി വെച്ച് അതിനകത്ത് നിന്നത് കൊലയ്ക്കകത്തൊന്നും ഒന്നുമില്ല. ആ ഇത് മാത്രമുണ്ട്. അണ്ണാനും വവ്വാലും കൂടെ തിന്ന് ഒരെണ്ണ കൂമ്പ് മാത്രം നിൽപ്പുണ്ട്. കൊലയ്ക്കകത്തൊന്നുമില്ല, കായൊന്നുമില്ല. 2 എണ്ണം അതേ കണക്ക്. ഈ ഒരണ്ണാനും ഒരു 2 വവ്വാൽ രാത്രിയാകുമ്പോൾ ഇറങ്ങും. അതെത്രയും അങ്ങ് തീർത്ത്. ഇതിവിടെ സ്ഥിരമുള്ളതാണ്. എന്താണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളിവിടെ ഈ കളിക്കുന്നിടം ഉണ്ടല്ലോ, ഫുട്ബോൾ കളിക്കുന്നത്, അവരുടെ ഏരിയ. പക്ഷേ 4 വശവും ക്യാമറയുണ്ട് കേട്ടോ. അത് ഒരു ഉപകാരമാണ് നമുക്ക്. ഈ വീട്ടിൻ്റെ ഓണറെ വീട് തന്നെ അതും ആ കാണുന്ന. അവിടെ ആരും ഇല്ല താമസം. അയിത്തായിക്ക് ജോലിയുണ്ട്, ഭർത്താവ് മരിച്ചു പോയതാണ്, മക്കളൊന്നുമില്ല. അവരങ്ങ് തിരുവില്ലായിൽ പഞ്ചായത്തിലാണ് ജോലി. ഉമ്മ പോയിട്ടില്ല, ഉമ്മ അതുപോലെ അവിടെ കിടക്കുന്നു. അടുക്കളയെല്ലാം വൃത്തിയാക്കി ഇനി ചോറ് വയ്ക്കാനെല്ലാം റെഡിയാക്കി വെച്ചേക്കുക. ഒന്നുകൂടെ തിളപ്പിച്ച് വെക്കണം. ഇനി എനിക്ക് ഇച്ചിരി ചായ കുടിച്ചിട്ട് ഏത്തയ്ക്ക കഴിക്കണം. മുട്ട കഴിച്ച്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. കണ്ട ഞങ്ങളുടെ വീട്ടിൻ്റെ അടുക്കള ഇതാ. പച്ചയ്ക്കകത്ത് നമ്മൾ ചോറ് ഊറ്റിയെടുക്കുന്ന കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഉണ്ട്, ഒക്കെ മേടിച്ച് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന കേട്ടോ. നമ്മൾ പൈസ ഇല്ലാത്തപ്പോൾ എന്തോ ഇത് ഉമ്മ തലയിൽ തേക്കുന്ന എണ്ണയാണ്. കറിക്കൊക്കെ മേടിച്ച് വെച്ചേക്കുന്ന വിനാഗിരി. അതിനകത്ത് ആ സ്റ്റീലിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയാണ്. ഇത് ഉപ്പ്, ഇത് അരിയിടുന്ന പാത്രം, മാവ്, പഞ്ചസാര പാത്രം. ഒരു വീട്ടിൽ കഴിയാനുള്ളതൊക്കെ നമുക്ക് ആവശ്യത്തിനുണ്ട്. വെള്ളം മേടിക്കുന്നതാണ്. പിന്നെ സവാള, കൊച്ചുള്ളി. എന്തായാലും ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച വീടും കൂടെ അങ്ങ് കാണിക്കാം. ഗ്യാസുണ്ട്, 2 കുറ്റിയുണ്ട്. പക്ഷേ എടുക്കുന്ന അരി ഓർക്കുമ്പോൾ ഒരെണ്ണം തന്നെ 3 മാസം ഉപയോഗിക്കും ഞങ്ങൾ. ശരിയെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വരിക. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സഫ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സഫും കൂടെ ചെയ്യുക. അതാണ് ആവശ്യം.